രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് പണ്ട് ആരെങ്കിലും ചോദിച്ചിട്ടാണെങ്കിൽ ഞാൻ പറയും എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. എൻ്റെ മുന്നിൽ വെച്ചിട്ട് രണ്ട് പേര് രാഷ്ട്രീയ പാർട്ടികളെ പേരും പറഞ്ഞ് അടി കൂടുകയാണെങ്കിൽ ഞാൻ അവരോട് പറയും, നിങ്ങൾക്കൊന്ന് വേറെ പണിയില്ലേ? വേറെ എന്തൊക്കെ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട്? നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ കുറിച്ചിട്ട് സംസാരിക്കണോ, രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ പണ്ടുണ്ടായിരുന്ന ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ മുദ്രാവാക്യമൊക്കെ വിളിച്ച് കുറേ പ്ലക്കാർഡൊക്കെ അടിച്ച് അങ്ങനെ ഈ അടിയും പ്രക്ഷോഭമൊക്കെ നടത്തി അങ്ങനെ വലിയ ലീഡർമാരായി എന്നിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് ഇവർ എന്നായിരുന്നു മുമ്പത്തെ എൻ്റെ ഒരു ധാരണ. അതുപോലെ പുതിയ തലമുറയിലെ അങ്ങനെ വിചാരേണ്ടത്, അതായത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇതൊന്നും നോക്കാൻ നേരമില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യണം, ബാക്കി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അവർക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അവർ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഈ പൊട്ട ബുദ്ധിയിലുണ്ടായിരുന്നത്. പക്ഷേ ഈയിടെ നമ്മളെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ആഴത്തിൽ പഠിക്കും തോറും രാഷ്ട്രീയം നമ്മൾ സംസാരിക്കൽ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് നമ്മൾ അറിയൽ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ധാരണ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് എന്നതും ഈ നിലവിലെ നമ്മളെ ഇന്ത്യയിലെ ചില വ്യവസ്ഥിതികൾ, ചില സംഭവങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ചില ആളുകളുടെ കയ്യിൽ അധികാരം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർ അതൊരു എന്താ പറയുക, നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണല്ലേ, നമുക്ക് ജനങ്ങൾക്ക് അവകാശമുണ്ട്, ജനങ്ങളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും ഒക്കെ സ്മൂത്തായി നടത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഭരണഘടനയും നമ്മളെ രാജ്യത്തിലെ ഈ ഒരു ഇലക്ഷനും മന്ത്രിമാരെ തിരഞ്ഞെടുക്കലും കാര്യങ്ങളൊക്കെ അല്ലേ. ആ ഒരു സിസ്റ്റത്തിനെ അത് അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുന്നതിനും അവർക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില അജണ്ടകൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എന്തിനാണോ നമ്മൾ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടക്കൂലേ. ചില ആളുകളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യൂലേ, ചില ആളുകളുടെ ആവശ്യങ്ങൾ മാത്രം നടക്കും, ചില ആളുകൾക്കെതിരെ വലിയ രീതിയിൽ അക്രമം നടക്കും, അനീതി നടക്കും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ തടയേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കറിയാം CJPൻ്റെ ഒരു സമരം വലിയ രീതിക്ക് വിജയമായ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, നമ്മുടെ സർക്കാർ അവരുടെ നിലവിലുള്ള സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിത്തരാം എന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ് അല്ലേ. രാജിവെപ്പിക്കാം, മന്ത്രി രാജിവെക്കും, ഈ പറഞ്ഞ സമരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ സമരത്തിനെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടേഴ്സിനെതിരെ കേസുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നഷ്ടപരിഹാരം ഇതൊക്കെ സമ്മതിച്ചിട്ടാണ് ആ ഒരു സമരം അവിടെ അവസാനിപ്പിച്ചത്. ഓക്കെ, ആ സമരം ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് കൃത്യമായ ധാരണ അവർക്കുണ്ടായിരുന്നു. അവർ ഒരു കള്ളങ്ങളൊക്കെ പറഞ്ഞ് പറ്റിച്ച് അവിടുന്ന് നമ്മളങ്ങോട്ട് മാറ്റി നിർത്തി. അങ്ങനെ ആ ഒരു സമരം അവിടെ അവസാനിച്ചു. ഓക്കെ, ഈ സമരം അവസാനിച്ചതിന് ശേഷം എന്താണ് അവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ പോലീസും നമ്മളോട് കാണിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. ജോൺ ബ്രിട്ടാസ് സാറ് ഡൽഹി പോലീസിനെ തിരിച്ചയച്ചൊരു സംഭവമൊക്കെ, യൂണിഫോം ഇട്ടിട്ട് വരുന്നല്ലേ, ഭയങ്കര ഹീറോയിസ് ആയി തോന്നി, നമ്മളെല്ലാവരും കൈയടിച്ചു. നമുക്ക് ഭയങ്കര പ്രൗഡാണ് ഒരു മലയാളി MP സൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് വാവ് രോമാഞ്ചമൊക്കെ വരും അല്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയമാണ്. കാരണം സത്യമായിട്ടും ഭയം, സംസാരിക്കാൻ പേടിയുള്ള ഒരു ജനത ഇവിടെ വളർന്നു വരുന്നുണ്ട്. അവരെ ഇങ്ങനെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കാരണം വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ കുറച്ച് എന്താ പറയുക ഫിനാൻഷ്യലി പ്രശ്നമുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയുക ഈ പിടിപാടൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒന്ന് സംസാരിക്കാൻ ഭയക്കും അല്ലേ. ഇത് പിടിപാടും പണവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവർക്കെതിരെ അത് കയ്യിലുള്ള ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ, ആ പവർ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരെ ഇത്രയും വലിയ അനീതികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സംസാരിക്കേണ്ട അത്യാവശ്യമാണ്. പക്ഷെ സംസാരിക്കുന്നവർക്കെതിരെ ഒന്നല്ലെങ്കിൽ ED വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസുകൾ വരും. 2021 കഴിഞ്ഞ കേസ് 2026 വരും. അതിപ്പോൾ അങ്ങോട്ട് ഓർമ്മ വരും. ഓരോ വ്യക്തികളെ കുറിച്ചിട്ടും കൃത്യമായ ഡാറ്റയുണ്ട്. നമ്മളൊക്കെ എങ്ങനെ ലോക്ക് ചെയ്യണം,
ഈ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ കാര്യത്തിലൊക്കെ ഇടപെടുന്നവർക്ക് ഒരുപാട് കേസുകൾ ഉണ്ടായിരിക്കില്ലേ, സമരത്തിന് പോയതും കല്ലേറിനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവരെ കയ്യിൽ ഭദ്രമായിട്ടുണ്ടായിരിക്കും. നമ്മളെ എല്ലാ പേഴ്സണൽ ഡാറ്റ, നമ്മളെ ബാങ്കിലുള്ള ഡാറ്റകളായിക്കോട്ടെ, നമ്മളെ ബിസിനസ്സിനെ കുറിച്ചിട്ടായിക്കോട്ടെ, എല്ലാ രീതിക്കും ഇവരെ കയ്യിൽ ഡാറ്റാസ് ഉണ്ട്. ആൻഡ് ഇതെല്ലാം വെച്ചിട്ട് നമ്മളെല്ലാവരെയും ലോക്ക് ചെയ്യാനുള്ള ഒരു പവറും ഇവരെ കയ്യിലുണ്ട്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മളെ രാജ്യത്തിൻ്റെ അവസ്ഥ? ഇവിടെ വിദ്യാഭ്യാസവും നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയും ഒക്കെ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കണം, രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് അറിയണം, നമ്മുടെ ഭരണഘടനയെക്കുറിച്ചിട്ട്, നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥകളെക്കുറിച്ചിട്ട് അറിയണം. നിരന്തരം നമ്മൾ പറ്റുന്ന അത്രയും കുറേ LLBക്കാരൊക്കെ ഇങ്ങോട്ട് വരട്ടെ, കുറേ ആൾക്കാർ പഠിക്കട്ടെ, പഠിച്ചിട്ടെങ്കിലും ഇനിയെങ്കിലും നമ്മുടെ തലമുറയെ ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിച്ചേ മതിയാവും. ഇത് വല്ലാത്തൊരു കെട്ടാണ് അല്ലേ. ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സമരം ചെയ്യുന്നു, ആ സമരത്തിൻ്റെ പങ്കാളിയായത് തന്നെ വലിയ വലിയ കുഴിയിലോട്ട് വീയാണ്. അവരവിടെ ലോക്കാക്കാണ്. ഓരോ സൈഡിൽ നിന്നും ലോക്കാക്കി ഇങ്ങനെ വന്നിട്ട് ഭയപ്പെടുത്തി ഭരിക്കുന്ന ഈ രാഷ്ട്രീയത്തിനോട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ സംസാരിക്കുക. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ ജനാധിപത്യ രാജ്യത്താണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഭയന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം ഇവിടെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും? ഇനി എത്ര തലമുറയ്ക്ക് ഇവിടെ ഈ ഒരു ജനാധിപത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് ചുമ്മാ വായ കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പിച്ച്, വെറുപ്പ് ചിന്തി, പരസ്പരം അടിപ്പിച്ച് ഭരണം കയ്യിലാക്കി, എന്നിട്ട് ആരെങ്കിലും ഭരിക്കുന്നവർക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിച്ച് എന്നിട്ട് ഭരണം നടത്തുക. എന്നിട്ട് ഹീറോ ആയിട്ട് വെറുതെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറയുക, ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യനെ നമ്മൾ ഹീറോ ആയിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. അഭിജിത്ത് പറഞ്ഞ പോലെ തന്നെ അവരെ ഇനി ഹീറോ ആക്കിയത്, കാരണം ഒരാളെ ഹീറോ ആക്കിയതാണ് നമ്മൾ അനുഭവിച്ചത്. സത്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓരോ ചില ആളുകൾ ദൈവമാണ് എന്ന് കണ്ടിട്ട് വന്ന ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. മോദി എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രമാത്രം വിവരമില്ലാത്ത മനുഷ്യരെയാണ് പടച്ചു വിടുന്നത്. വിദ്യാഭ്യാസം ഇതുപോലെ പണം കൊടുത്ത് വാങ്ങുന്നവരിലോട്ട് ഈ പറഞ്ഞ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ പൈസ കൊടുത്താൽ കിട്ടും. അപ്പോൾ പൈസ ഉള്ളവർക്ക് ഇവിടെ ഡിഗ്രി കിട്ടും, പഠിച്ചവന് കിട്ടിക്കോണമെന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ പഠിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾ ഇവിടെ താഴോട്ട് പോവുകയാണ്. അവർ ഈ പറഞ്ഞ മേലെയുള്ള, അതായത് ഇപ്പോൾ IAS പദവികളിലായിക്കോട്ടെ, നല്ല നല്ല ക്വാളിഫിക്കേഷനുള്ള പദവിയിലൊക്കെ ഇതുപോലെ പിൻവാതിലിലൂടെ അല്ലെങ്കിൽ പണം കൊടുത്ത് സീറ്റ് വാങ്ങി ഇങ്ങനെ ഇവർക്ക് താല്പര്യമുള്ള ആളുകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ജനാധിപത്യമാണുള്ളത്? നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഈ വീഡിയോ ചെയ്യുമ്പോഴും മനസ്സിൽ ഭയങ്കര വിഷമം തോന്നുകയാണ്. നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് ഇന്ത്യക്കാരാന്നുള്ള ഒരു അഭിമാനമായിരുന്നു അല്ലേ. പക്ഷേ ഇന്നൊരു ഭയമാണ്. ഞാനൊരു ഇന്ത്യക്കാരനാണ്. ആൻഡ് അത് ആലോചിക്കുമ്പോൾ ഒരു ഭയമാണ്, എല്ലാത്തിനും ഭയമാണ്. ഇവിടെ സംസാരിക്കാൻ പേടിക്കണം, ഇവിടെ സ്വന്തം മതം വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ ഭയക്കണം, സ്വന്തം പേരിനെ പോലും ഭയക്കണം, എന്തിന് സ്വന്തം ശരീരത്തിൽ വളരുന്ന രോമങ്ങളെ പോലും ഭയക്കണം. കാരണം എന്താ വെച്ചാൽ താടി വെച്ചാൽ അവൻ തീവ്രവാദിയാവും ചിലപ്പോൾ. ഇങ്ങനെ നമ്മുടെ ലുക്ക് നോക്കി, നമ്മളെ പേര് നോക്കി, നമ്മളെ നിറം നോക്കി, നമ്മുടെ ജാതി നോക്കി നമ്മളെ വിലയിരുത്തുന്ന ഈ ഒരു സംസ്കാരം മാറ്റൽ അത്യാവശ്യമാണ്. നമുക്ക് വേണ്ടത് ജനാധിപത്യമാണ്, പ്യുവറായിട്ടുള്ള ജനാധിപത്യം. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ പറ്റട്ടെ. ആൻഡ് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നമുക്കിടയിലുള്ള സാഹോദര്യം, നമ്മൾ ഓരോരുത്തരല്ലേ, നമ്മൾ ലോകം മൊത്തം നന്നാക്കുകയൊന്നും വേണ്ട, നമ്മളെ മനസ്സ് നന്നാക്കിയാൽ മതി. നമ്മൾ ഓരോരുത്തരും ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ ഇതൊന്നും നോക്കാതെ നമ്മളെ ചുറ്റുള്ളവരൊക്കെ ചേർത്ത് പിടിച്ച് സ്നേഹവും ഐക്യമൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും അങ്ങനെ വിചാരിച്ച് നോക്കിക്കേ, ഇതൊരു സ്നേഹമുള്ള, എല്ലാതും പരസ്പരം ഇതുള്ള ഒരു രാജ്യമായി മാറും. അപ്പോൾ നമ്മളെ ഇടയിലോട്ട് ഇതുപോലെ മതവും വിഷവും ചിന്താൻ വരുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അവർക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റും, അവരെ അടിച്ച് ഓടിക്കാൻ പറ്റും.
അപ്പോൾ നമ്മളെ നല്ല ഭാവിക്ക് വേണ്ടി, നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിലെ സാഹോദര്യത്തിന് വേണ്ടിയിട്ട്, ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും നിലകൊള്ളാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.